Meet the editors. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കി ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം. DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കമെന്ന പേരിലാണ് വിവാദ ഭാഗങ്ങൾ പുറത്തുവന്നത്. എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും ഇ.പി. ജയരാജൻ നിഷേധിച്ചു. പുസ്തകം എഴുതാനോ പ്രസിദ്ധീകരിക്കാനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പുറത്തുവന്ന കാര്യങ്ങൾ തന്റെ അറിവോടെയല്ല, നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇ.പി. ജയരാജന്റെ വാദം. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയിലാണ് വിവാദങ്ങളുടെ തുടക്കം. സ്വതന്ത്രർ വയ്യാവേലികളാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കും എന്ന് പരാമർശം. ലക്ഷ്യം വെച്ചത് PV അൻവറിനെയും P സരിനെയും. പാർട്ടിക്കെതിരായ ഗൂഢാലോചനയെന്ന പാർട്ടി സെക്രട്ടറി. തെരഞ്ഞെടുപ്പ് ദിവസം വന്ന വിവാദം പാർട്ടിക്ക് പോറലേൽപ്പിച്ചു. പുസ്തകത്തിന്റെ പേര് പോലും അറിവോടെയല്ലെന്ന് EP. കാലത്തിന്റെ കാവ്യനീതിയെന്ന് പ്രതിപക്ഷ നേതാവ്. വിവാദത്തിന് പിന്നാലെ പുസ്തക പ്രകാശനം നീട്ടിവെച്ച് DC ബുക്സ്. EP പറയാത്ത കാര്യങ്ങൾ എങ്ങനെ പുസ്തകത്തിലെത്തി? പറഞ്ഞതാണെങ്കിൽ അത് പ്രസിദ്ധീകരണത്തിന് മുന്നേ ചോർന്നതെങ്ങനെ? DC ബുക്സുമായി EPക്ക് പ്രസാധക കരാറില്ലേ? തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്തയായത് ആരുടെ താല്പര്യം? പാർട്ടി വീണ്ടും EP-യിലൂടെ പെട്ടോ? EP-യിൽ പെട്ടോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരിൽ DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്നു എന്ന് DC ബുക്സ് പരസ്യപ്പെടുത്തിയ പുസ്തകത്തിലെ ഉള്ളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേ ഉള്ളടക്കമാണോ എന്ന് നമ്മൾ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിൽ DC ബുക്സ് ഒരു കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. നിർമ്മിതിയുടെ പരിമിതികൾ ഉള്ളതുകൊണ്ട്, ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് DC ബുക്സ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ പുസ്തകത്തിൻ്റെ കവർച്ചട്ടയടക്കം പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇ.പി. ജയരാജൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നു. DC ബുക്സിന് അത്തരമൊരു കരാർ താൻ കൊടുത്തിട്ടില്ല. മാതൃഭൂമിയുമായും അത് കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, താൻ എഴുതി തീരാത്തൊരു പുസ്തകമാണിത്, കവർ ഡിസൈനിങ് പോലും ആയിട്ടില്ല എന്ന് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇ.പി. ജയരാജൻ വെളിപ്പെടുത്തിയത് വലിയ പ്രതിസന്ധിയായിരുന്നു പാർട്ടിക്ക്. പാപിയും ശിവനും പ്രയോഗമൊക്കെ ഉണ്ടാകുന്ന ആ ഘട്ടത്തിലാണ്. ഇപ്പോൾ വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ് ഈ വിവാദം ഉണ്ടാവുന്നത്. ഈ വിഷയത്തിൽ EP-യിൽ പെട്ടു എന്നാണ് ചോദ്യം. EP-യിൽ പാർട്ടി പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. അതിൻ്റെ വിശദീകരണം ഞാൻ അടുത്ത ഘട്ടത്തിൽ തരാം. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഇ.പി. ജയരാജൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ആരാണ് ഇ.പി. ജയരാജൻ? ഇ.പി. ജയരാജൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്, അല്ലേ? അദ്ദേഹം 2 തവണ MLA ആയിരുന്നയാളാണ്, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരുന്നയാളാണ്, അദ്ദേഹം ഭരണമുന്നണിയുടെ കൺവീനറായിരുന്നയാളാണ്. ഇപ്പോൾ അദ്ദേഹം CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റിയല്ലേ, ആ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ്, ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ, വലിയ ജനപിന്തുണയുള്ളയാൾ, അങ്ങനെയുള്ള ഒരാൾ എഴുതുന്ന പുസ്തകത്തിലേക്ക് മറ്റൊരാൾ കടന്നു കയറി എന്തെങ്കിലും കൂട്ടിച്ചേർക്കും, എഴുതിച്ചേർക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന ഇ.പി. ജയരാജൻ്റെ പ്രസ്താവന വിശ്വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, DC ബുക്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണശാല ആദ്യമായി ഇറക്കുന്ന പുസ്തകമല്ല ഇ.പി. ജയരാജൻ്റേത്. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ ഒരു പ്രസിദ്ധീകരണ ശാല എന്നുള്ള നിലയ്ക്ക് DC ബുക്സ് നിലയെടുത്തിട്ടുണ്ട്. മലയാളത്തിലെ എല്ലാ പ്രമുഖരായ എഴുത്തുകാരുടെയും അതേപോലെ തന്നെ രാജ്യത്തെയും അന്തർദേശീയമായിട്ടുള്ള എഴുത്തുകാരുടെയും ഒക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസാധക വിഭാഗം തന്നെയാണ് DC ബുക്സ്. അവർക്ക് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഏതായാലും ഇ.പി. ജയരാജനും DC ബുക്സുമായൊരു കോൺട്രാക്റ്റ് ഉണ്ടോ, ആ കോൺട്രാക്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം നൽകുന്നത് DC ബുക്സാണ്. അവരത് നിശ്ചയമായും നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ഇ.പി. ജയരാജൻ എന്ന് പറയുന്നയാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒളിച്ചു കയറി അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് തട്ടിയെടുത്ത് പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യം DC ബുക്സിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇ.പി. ജയരാജൻ DC ബുക്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഈ മാനുസ്ക്രിപ്റ്റ് ഇ.പി. ജയരാജൻ തന്നെ DC ബുക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ഒരു പുസ്തകം എഴുതിയാൽ നിങ്ങൾ തന്നെയാണ് ആ പ്രസാധകൻ ആ പുസ്തകം കൈമാറേണ്ടത്. ഒരു ഇടനിലക്കാരൻ വഴി കൈമാറിയാൽ ആ പുസ്തക പ്രസാധകർ അവരൊരു നല്ല പുസ്തക പ്രസാധകരാണെങ്കിൽ ഉത്തരവാദിത്വം
ഉത്തരവാദിത്തപ്പെട്ട പുസ്തക പ്രസാധകരാണ് എങ്കിൽ അത് വാങ്ങിക്കുകയില്ല. മറിച്ച് എഴുത്തുകാരനിൽ നിന്ന് തന്നെ നേരിട്ടാണ് ആ പുസ്തകം ഏറ്റുവാങ്ങുക. അതിനുശേഷം അവരുടെ എഡിറ്റോറിയൽ ബോർഡ് അത് ചർച്ച ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായി വിഷം വർഗീയ വിഷം ചുരത്തുന്ന എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ, ആരെങ്കിലും ഡിഫൈം ചെയ്യുന്ന പരാമർശങ്ങളുണ്ടോ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം എഡിറ്റോറിയൽ ബോർഡും അതേപോലെ തന്നെ എഴുത്തുകാരനും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ട് ആ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിന്റിങ്ങിലേക്ക് പോകുക പുസ്തകം. എന്ന് മാത്രവുമല്ല, അവസാനം പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ എഴുത്തുകാരനെ കാണിച്ച് എഴുത്തുകാരൻ്റെ ഒപ്പോടുകൂടി അനുമതിയും വാങ്ങിക്കണം. അപ്പോൾ മാത്രമാണല്ലോ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, അതില്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു കളഞ്ഞിട്ടില്ല എന്നൊക്കെ ഈ എഴുത്തുകാരന് ഉറപ്പ് കിട്ടുക. അത്തരം പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കടന്ന് ശേഷമായിരിക്കും ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് DC ബുക്സ് പോയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അവരുടെ 50 വർഷത്തെ പാരമ്പര്യത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് വ്യക്തിപരമായും അനുഭവമുണ്ട്. എൻ്റെ 2 പുസ്തകങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരണ സമയത്തെല്ലാം ഈ നടപടിക്രമങ്ങളെല്ലാം അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഈ പറയുന്ന EP ജയരാജൻ പറയുന്ന കാര്യവും, അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ളത് അത്ര വിശ്വാസയോഗ്യമാണെന്ന് EP ജയരാജനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ഇനി എന്തുകൊണ്ടാണ് EP ജയരാജൻ ഇപ്പോൾ ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്? ഈ വിവാദം ഉണ്ടായ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയുന്നത് പോലെ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 20-ാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ആളാണ് EP ജയരാജൻ. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹം വന്നൊരു വിസ്തീർണം നൽകി. അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പിണറായി വിജയന് തന്നെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു CPM-നെ സംബന്ധിച്ച്. ഇപ്പോൾ ഇതാ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വീണ്ടും ഒരു പ്രതിസന്ധി വരുന്നു. എന്തുകൊണ്ട് EP ജയരാജൻ വളരെ പെട്ടെന്ന് വന്നിട്ട് ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. 178 പേജുകളാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് സമ്പൂർണ്ണമല്ല. പക്ഷേ ഈ 178 പേജുകളിൽ 173-ാമത്തെ പേജിലാണ് അവസാനത്തെ ചാപ്റ്റർ. 5 പേജുള്ള ചാപ്റ്ററാണത്. ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയോ? 3 തിരഞ്ഞെടുപ്പുകളും പാർട്ടിയും എന്നാണ്. ക്ഷമിക്കണം, 3 ഉപതെരഞ്ഞെടുപ്പുകളും പാർട്ടിയും എന്നാണ്. അതിൻ്റെ ആദ്യത്തെ വരികൾ പ്രേക്ഷകരൊന്ന് കേൾക്കണം. സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. ഏത്? ഈ പുസ്തകം കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ. അതായത് EP ജയരാജൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ആ എഴുതപ്പെട്ട ഭാഗത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഇത് വിവാദമാകും, പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പം ജയരാജൻ പ്രതീക്ഷിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് DC ബുക്സ് ഈ വിവരം പുറത്തേക്ക് വിടുമെന്ന്. നോക്കൂ, പ്രസാധകരെപ്പോഴും വലിയ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവരാണെന്നേ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഒരു 3 ആഴ്ച മുമ്പാണല്ലോ P ജയരാജൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം അത് വാങ്ങിക്കാൻ പോയ ആൾക്ക് കിട്ടിയത് 2ാം പതിപ്പ് കോപ്പിയാണ്. നമുക്കൊക്കെ അറിയാമല്ലോ 2ാം പതിപ്പിലേക്ക് വളരെ പെട്ടെന്നൊരു രാത്രി അത് വിറ്റുപോവുകയും അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് പ്രിന്റ് ചെയ്തിറക്കുകയും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. 2ാം പതിപ്പാണ് അടുത്ത ദിവസം പോയി വാങ്ങിക്കുമ്പോൾ ആളുകൾക്ക് കിട്ടിയത്. അപ്പം ഇതൊക്കെ വലിയ വാണിജ്യ തന്ത്രമാണ്. ആ വാണിജ്യ തന്ത്രം DC ബുക്സ് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നെങ്കിൽ ഇതൊന്നും തന്നെ വിവാദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് സാധ്യതയില്ല. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പീസറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന വിമർശനം എന്താണ്? അവസരവാദ രാഷ്ട്രീയത്തിന് നമ്മൾ അനുവാദം കൊടുക്കരുത്, അതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന EP ജയരാജൻ ഒരു പഴയ അനുഭവവും ഒരു റീസെൻ്റായ അനുഭവം എടുത്ത് കാണിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. പഴയ അനുഭവം എന്താണ്? ഉദുമയിൽ കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന് പറയുന്ന MLA മറുകണ്ഠം ചാടിയപ്പോൾ നമ്മൾ നിലനിർത്തി വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം വീണ്ടും മറുകണ്ഠം ചാടി കോൺഗ്രസിലേക്ക് പോയി. ഇങ്ങനൊരു ദുരനുഭവം മുമ്പ് CPM നേരിട്ടിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന EP ജയരാജൻ അവസാനം പറയുന്ന ഉദാഹരണം എന്താണ്? PV അൻവറിൻ്റെതാണ്. PV അൻവറിനെ സ്വതന്ത്ര MLA ആക്കി മത്സരിപ്പിച്ചു, നമ്മളിപ്പോൾ ഇത് അതിന് വില കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പീസറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയാണ് EP ജയരാജൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ജയരാജൻ പോലും പ്രതീക്ഷിക്കാതെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ചേലക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം DC ബുക്സ് ഈ പ്രധാനപ്പെട്ട ഭാഗം പുറത്തേക്ക് വിടുന്നു. ആ പുറത്തേക്ക് വിടുന്നതിൽ EP ജയരാജൻ പ്രതിസന്ധിയിലാകുന്നു. അതുകൊണ്ടാണ് EP ജയരാജൻ ഞാൻ പറയാത്ത കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നതേയില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, EP ജയരാജൻ ഒരു ചെറിയ ആളല്ല കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കയറി വേറൊരാൾക്ക് എന്തെങ്കിലും എഴുതി അങ്ങ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. DC ബുക്സ് കേരളത്തിലും ചെറിയ പ്രസാധക സംരംഭകരുമല്ല. അവരും ഇക്കാര്യത്തിലൊക്കെ സുതാര്യത പാലിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ 50 വർഷമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന വാദമുഖങ്ങൾ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ആശങ്ക ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
പ്രേക്ഷകരുടെ അറിവിലേക്ക് വായിച്ചത്. അത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ ജയരാജൻ തള്ളി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റൊരു പ്രശ്നത്തിനകത്തും ജയരാജൻ ഈ കാര്യത്തിലൊന്നും എന്തെങ്കിലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ അറിയോ, ജയരാജൻ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളെല്ലാം വരുന്നത് കോമ്രേഡ്ഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ മറ്റൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിനകത്താണ് പ്രധാനപ്പെട്ട പാർട്ടി വിമർശനങ്ങൾ വരുന്നത്. ആ പാർട്ടി വിമർശനങ്ങളിനകത്ത് ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാദേശികമായി ചില സ്ഥലങ്ങളിലെങ്കിലും നേതാക്കളും പ്രവർത്തകരും പഴയതുപോലെ ജനങ്ങളെ വേണ്ട രൂപത്തിൽ കേൾക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഈ പ്രശ്നമാണ് സംഘടനയുടെ വീഴ്ചയ്ക്ക് കാരണം, പലപ്പോഴും തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്ന് ജയരാജൻ പറയുന്നു. ഇത് ജയരാജനല്ലെന്നേ ആദ്യം പറഞ്ഞത്. ജയരാജന് മുമ്പ് ജൂലൈ 4-ാം തീയതി തോമസ് ഐസക് എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പത്തനംതിട്ടയിൽ മത്സരിച്ച് തോറ്റ ശേഷം എഴുതിയ ഫേസ്ബുക്കിനകത്ത് പറയുന്നു, ജനങ്ങളും പാർട്ടിയുമായുള്ള ബന്ധം നഷ്ടമായിരിക്കുന്നു. ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സംഘടനയുടെ വീഴ്ചയാണ്, നേതാക്കളുടെയും പ്രവർത്തകരുടെയും ധാർഷ്ട്യം ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റി. അത്രയും രൂക്ഷമായിട്ട് യഥാർത്ഥത്തിൽ ജയരാജൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ധാർഷ്ട്യം, ആരഗൻസ് എന്ന വാക്ക് തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. തോമസ് ഐസക്കിന് എങ്ങനെ അത് പറയാൻ കഴിഞ്ഞത്? സീതാറാം യെച്ചൂരി ഇത് തന്നെ പറഞ്ഞു. സീതാറാം യെച്ചൂരി എന്താ പറഞ്ഞത്? പാർട്ടി ലീഡേഴ്സ് ആൻഡ് ആക്ടിവിസ്റ്റ് ആർ ലൂസിംഗ് ടച്ച് വിത്ത് ദി പീപ്പിൾ. ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് അന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച സീതാറാം യെച്ചൂരിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും തന്നെ ജയരാജൻ ആദ്യമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളല്ല. ഇനി വേറെ കാര്യമുണ്ട്. SFIയും DYFIയുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനം ജയരാജൻ ഉന്നയിച്ചിട്ടുണ്ട്. DYFIയും SFIയും ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ യുവജന വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വന്ന പ്രസ്ഥാനമാണെന്ന് പറയുന്ന EP ജയരാജൻ പറയുന്നു, എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെയാണ് SFIയും DYFIയും വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ ആധിപത്യം സ്ഥാപിച്ചത്. എന്നാൽ ചില പുഴുക്കുത്തുക്കൾ കടന്നുകൂടുമ്പോൾ ആ വിശ്വാസ്യത നഷ്ടമാകുന്നു. ഇത് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇത് പറയുന്നതും ആദ്യമായിട്ട് EP ജയരാജനല്ല. ജയരാജന് മുമ്പ് MV ഗോവിന്ദൻ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല്ലിന് പല്ല് എന്നതായിരിക്കരുത് SFIയുടെ നിലപാട്. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർ അത് തിരുത്താൻ തയ്യാറാകണം. ഇത് പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി വളരെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EP ജയരാജൻ പുതുതായിട്ട് പറയുന്നൊരു വിമർശനമല്ല. ഇനി പ്രധാനപ്പെട്ട 1-2 വിമർശനങ്ങൾ EP ജയരാജൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഒന്ന്, 3 ജില്ലാ സെക്രട്ടറിമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നമുക്കറിയാമല്ലോ, V ജോയി മത്സരിച്ചു, അതേപോലെ തന്നെ MV ജയരാജൻ മത്സരിച്ചു, കാസർഗോഡ് ബാലകൃഷ്ണൻ മത്സരിച്ചു. എന്തിനാണ് അവരെ മത്സരിപ്പിച്ചത്? അവർ ജില്ലയുടെ മത്സര രംഗത്ത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതും അതേ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ മത്സരരംഗത്ത് ഇറക്കുന്നത് ശരിയാണോ എന്ന് പാർട്ടി ചിന്തിക്കണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിമർശനമായിട്ട് ജയരാജൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ബഹുജന സംഘടനാ നേതാക്കളെ നിർത്തി. ഇളമരം കരീമിനെയാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. കോഴിക്കോട്, പത്തനംതിട്ടയിൽ ഐസക്കിന്റെ കാര്യം പറയുന്നു. അതേപോലെ തന്നെ പാലക്കാട് വിജയരാഘവന്റെ കാര്യം പറയുന്നു. ഈ സ്ഥാനാർത്ഥിത്വങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങളാണ്. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചു, അത് ശരിയാണോ? പാർട്ടിക്ക് വേണ്ട നല്ല നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ? അതിപ്പോൾ ശൈലജയും മുകേഷുമാണ് മത്സരിച്ചത്, അവരുടെ കാര്യമാണ് ജയരാജൻ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. ഈ വിമർശനങ്ങൾ വളരെ ശരിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടൊരു വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. 1-ാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതും ജയരാജൻ അല്ല ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഇത് പിണറായി വിജയന്റെ 2-ാം സർക്കാർ വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞ് 2022 ഓഗസ്റ്റ് 12 വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതേ വിമർശനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുകയും അത് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. മന്ത്രിമാർ ഓഫീസിലും ഓൺലൈനിലും മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ, ജനങ്ങളിലേക്ക് ഇറങ്ങണം, ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം, മന്ത്രിമാരിൽ പലരും ഫോൺ പോലും എടുക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിലാണ് ആ വിമർശനങ്ങൾ ശരിയായിരുന്നു, അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ തെറ്റുതിരുത്തൽ ഉണ്ടാകും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് അത് 2022-ലാണ്. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ നിശ്ചയമായും നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട്. ഇത് ആദ്യമായി പറയുന്ന ആളുമല്ല EP ജയരാജൻ. ജയരാജൻ പെട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുമ്പോൾ പീസറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ വിവാദത്തിൽ പാർട്ടി പെട്ടു എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, പീസറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ആയുധമല്ലേ ഇപ്പോൾ കോൺഗ്രസിന് കൈ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. EP ജയരാജനെ പോലെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നു, അവസരവാദ രാഷ്ട്രീയമാണ് ഈ പീസറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന്. നാളെ മുതൽ അവിടെ പ്രചരണത്തിൽ, ഇന്ന് തന്നെ തുടങ്ങിയത് ഞാൻ വിചാരിക്കുന്നത്, ഇന്ന് തന്നെ അവർ പ്രചരണവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. നാളെ ഇപ്പോൾ EP ജയരാജൻ പോയി ഇതെല്ലാം തള്ളി പറയുമായിരിക്കും. പക്ഷേ ഈ പറയുന്ന ഡാമേജസ് ഡൺ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, ആ ഡാമേജ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന് പാർട്ടി അവിടെ വില കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും ജയരാജൻ ഈ പുസ്തകത്തെ തള്ളുമ്പോൾ പോലും ആ തള്ളിയ കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഈ പറയുന്ന ജയരാജൻ്റെ പുസ്തകത്തിൽ ജയരാജൻ തന്നെ പറഞ്ഞ കണക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് പുറത്തു വരിക, അതുകൊണ്ട് അപ്പോഴല്ലേ ഈ വിവാദം ഉണ്ടാകൂ എന്നാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന PDF-മായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ആ പുസ്തകം DC ബുക്സ് ഇപ്പോൾ പുറത്തിറക്കുന്നത് ഒരു വിപണന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തെ സ്വയം ഇല്ലായ്മ ചെയ്യും വിധത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയക്കാരനെ ഒറ്റുകൊടുത്തുകൊണ്ട് ആ സംരംഭകർ അങ്ങനെ ഒരു നടപടി എടുക്കുമെന്ന് ഞാൻ ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല.
ഇതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. ഒരു EPയിൽ പെട്ടോ എന്നാണ് ചോദ്യം. സ്മൃതി. EPയിൽ പെട്ടിട്ടുണ്ട്, പാർട്ടി നന്നായി പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ വോട്ടെടുപ്പ് ദിവസം തന്നെ എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ദേഷ്യവും ആ ഒരു ബുദ്ധിമുട്ടും MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തോന്നിയാസ വാർത്ത എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചത്. EPയിൽ ശരിക്കും പാർട്ടി പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതാണ് ഈ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഘട്ടത്തിൽ തന്നെ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് താൻ മാറുകയാണ് എന്നും ഇനി പറയാനുള്ള കാര്യങ്ങൾ എഴുതുമെന്നും പലതവണ അദ്ദേഹം പല അഭിമുഖങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുതുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു പുസ്തകം അത് വരുന്നു. അതിപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വായിച്ച പോലെ ആ പേജിൽ തന്നെ പറയുന്നു ഈ വോട്ടെടുപ്പ് ദിവസം അത് വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഇന്നലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വിടും എന്നുള്ളൊരു സന്ദേശം കൃത്യമായിട്ട് VPയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഇവരെ സംബന്ധിച്ച് DC ബുക്സിനെ സംബന്ധിച്ച് അവർക്ക് നന്നായി വിപണനം നടത്താൻ അറിയാം. മീശ വിവാഹത്തിലൊക്കെ ആ പുസ്തകം എങ്ങനെയാണ് ചൂടപ്പം പോലെ വിറ്റുപോയത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതാണല്ലോ. അപ്പോൾ അത് അവർക്ക് കൃത്യമായും ആ കച്ചവടം നടത്താൻ അറിയാം. ആ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഈ ഭാഗങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. നോക്കൂ, ഇതിൽ ഇപ്പോൾ EP പറയുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ 2-3 പ്രതികരണങ്ങൾ നടത്തിയല്ലോ. ഓരോ ഘട്ടത്തിലും ഓരോ രൂപത്തിലാണ് പറയുന്നത്. ഞാൻ പറയാത്ത കാര്യങ്ങളാണ്. മാതൃഭൂമിയുമായും DC ബുക്സുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ DC ബുക്സുമായി ഒരു കരാറില്ല എന്ന രൂപത്തിലാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. കരാറില്ലാത്ത ഒരു പ്രസാധക സംഘം ഈ രൂപത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തു വിടും, ഇത്രയും കാര്യങ്ങൾ എഴുതി വിടും എന്നാണ് കരുതേണ്ടത്. EP പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. EP അനുഭവിച്ചതായി പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയുണ്ട്. അതേസമയം EP ജയരാജനെ പൊതുവിൽ കുറ്റക്കാരനാക്കിയ സംഭവങ്ങൾക്ക് പാർട്ടി കൂടി പങ്കാളിയാണ് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരിക്കെ ലോട്ടറി വ്യവസായി സാന്റിയോ മാർട്ടിൽ നിന്ന് 2 കോടി വാങ്ങിയത് പരസ്യത്തിനുള്ള മുൻകൂർ തുകയായിട്ടാണ്. അത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചത് ആണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഒറ്റപ്പെടുകയും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയരുകയും ഒക്കെ ചെയ്ത കാര്യമാണ്. ഈ ആക്ഷേപത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നീക്കി. അത് VS അച്യുതാനന്ദനും നന്നായി ഉപയോഗിച്ചു, രാഷ്ട്രീയമായി തനിക്കെതിരെ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. അപ്പോൾ EPയെ ബലിയാടാക്കുകയായിരുന്നു പാർട്ടി എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുകയാണ്. ഇനി വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് P ജയരാജൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അത് സംബന്ധിച്ച വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജൻ പറഞ്ഞത് ഒരു സ്വകാര്യ കമ്പനിയിലെ സഹകരണ സ്ഥാപനം പോലെ സഹായിക്കുന്നത് ശരിയാണോ എന്നാണ്. അതായിരുന്നു ആക്ഷേപമെങ്കിൽ അക്കാര്യം നേരത്തെ വിശദീകരിക്കുമായിരുന്നു എന്നും EP പറയുകയാണ്. അപ്പോൾ പാർട്ടി EPയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എന്ന രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെയും അദ്ദേഹം കണ്ടിരിക്കുന്നത്. ജാവ്ദേക്കറെ കണ്ട വാർത്ത വരുന്നതും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് മുഖ്യമന്ത്രി ശിവനും പാപിയും എന്ന പ്രയോഗം നടത്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം EPയെ നമ്മൾ പാർട്ടിയുടെ ഒരു പരിപാടിയിലും കണ്ടിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പരിപാടിയിലും കണ്ടിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് തന്നെ മാറി വീട്ടിലിരിക്കുകയായിരുന്നു. പല തവണ നമ്മളടക്കം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയാൻ പോകുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം മാറി നിൽക്കുന്നത്. അപ്പോഴാണ് പുസ്തകം എഴുതാൻ പോകുന്നു എന്ന് ചില പത്രക്കാരോട് തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നിരിക്കുന്ന പുസ്തകം തന്നെയാണത്. അപ്പോൾ 90-ാം പേജിൽ സാന്റിയോ മാർട്ടിനുമായി 2 കോടി വാങ്ങിയ കാര്യം പറയുന്നത്, 126-ാം പേജിൽ വൈദേകൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത് ജീവനുള്ളിടത്തോളം കാലം ചെങ്കൊടി തണലിലായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് BJP-ക്കാർ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുമ്പോഴും BJPയിലേക്ക് ഇപ്പോൾ പാർട്ടി വിട്ടാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, അതായത് ഞാൻ CPM-ആയി തന്നെയാണ്, കമ്മ്യൂണിസ്റ്റായി തന്നെയാണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. ആത്മകഥയോ അനുഭവക്കുറിപ്പോ ജീവചരിത്രമോ അല്ല, മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് എന്ന ആമുഖത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം 177-ാമത്തെ പേജിലുണ്ട്. പിന്നെ ഈ അദ്ദേഹത്തിന് വെടിയേറ്റ സംഭവം, അതിലെ ട്രെയിനിലെ വെടിവെപ്പ്, MVR-മായി ബന്ധപ്പെട്ട് പറയുന്നത്, K സുധാകരുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ആ ട്രെയിനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, തൻ്റെ കുടുംബം വന്ന് അനുഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ വിശദമായി പറയുമ്പോൾ ഇതൊക്കെ വേറെ ആരോ എഴുതിയാണെന്നാണോ മനസ്സിലാക്കേണ്ടതല്ല. EP പറഞ്ഞു കൊടുത്ത് ഒരാൾ എഴുതിയിട്ടുണ്ട്. അതിൽ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട ദേശാഭിമാനിയിൽ പാർട്ടി മുഖപത്രത്തിൽ തന്നെ ഒരാളാണ് അത് എടുത്തെഴുതിയത് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അത് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ താനൊരു പുസ്തക രചനയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും EP അത് പാർട്ടിയെ അറിയിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ P ജയരാജൻ്റെ പുസ്തകം കണ്ടതാണ്. P ജയരാജൻ്റെ പുസ്തക പ്രകാശനം നടത്തിയത് പിണറായി വിജയനാണ്. പ്രകാശനം നടത്തുമ്പോൾ പിണറായി വിജയൻ കൃത്യമായി പറയുന്നുണ്ട് ഇതിലെ എല്ലാ അഭിപ്രായങ്ങളോടും തനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യോജിപ്പില്ലാത്ത കാര്യങ്ങൾ എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി പാർട്ടി നൽകുന്നുണ്ട്. അപ്പോൾ EPക്ക് പറയാനുള്ള കാര്യങ്ങൾ EP പറയുമ്പോൾ അത് പാർട്ടിയെ അറിയിക്കേണ്ടിയിരുന്നു താൻ ഇങ്ങനെ ഒരു പുസ്തക രചനയിലേക്ക് പോവുകയാണെന്ന്. അത് EP പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. EP മാത്രമല്ല, ഇത് എഴുതി പുസ്തക രൂപത്തിലാക്കി എഴുതി കൊടുത്ത പാർട്ടി സഖാവും
പാർട്ടിയെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അതും പാർട്ടി പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ റബ്ബിഷ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രകാശ് കാരാട്ട് തള്ളുന്നുണ്ട്. ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി അവരത് കാണുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് കാര്യം അറിയാം. ഇന്ന് പുറത്തു വരുമെന്ന് EP പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പുറത്തു വരില്ല എന്ന് പറയുമ്പോൾ പാലക്കാട് നോക്കൂ, സരിൻ്റെ കാര്യത്തിൽ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞ് അതായത് പുതിയ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് വരി പറഞ്ഞത്. അതായത് പഴയ കാര്യങ്ങൾ മാത്രമല്ല, ചരിത്രം മാത്രമല്ല, പുതിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് ചേർത്ത് വെച്ചുകൊണ്ടാണ് സരിൻ്റെ കാര്യവും അൻവറിൻ്റെ കാര്യവും പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞ ശേഷം ഇപ്പോൾ പാർട്ടി EP-ക്ക് നൽകുന്ന ശിക്ഷ എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പൊതുപരിപാടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ എവിടെയും കാണാത്ത EP-യെ നാളെ തന്നെ പാലക്കാട്ട് എത്തിച്ച് പ്രചാരണത്തിന് എത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെ EP-ക്ക് സരിന് വേണ്ടി പ്രചാരണം നടത്തേണ്ടി വരും. അവസരവാദ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അവിടെ DC ബുക്സിനെ കുറേ ഇകഴ്ത്തി പറയും. ഇതൊക്കെ കണ്ടതാണ്. നമ്മളിപ്പോൾ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നിയമ നടപടി സ്വീകരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ DC ബുക്സ് പ്രതികരിക്കാത്തവർ പക്ഷേ പാർട്ടിക്ക് അത് ക്ഷീണമാകേണ്ടതില്ല എന്ന് കരുതിയിട്ടായിരിക്കും. ഒരുപക്ഷെ പാർട്ടി നേതാക്കളും പാർട്ടിയും ഒരുപക്ഷെ DC ബുക്സിനെ ബന്ധപ്പെട്ട് കാണാം. ഇനി അതിലൊരു വിവാദം ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഈ പുസ്തകം DC തന്നെയായിരിക്കും പുറത്തിറക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം 300 പേജുള്ള പുസ്തകമാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത്രയും പേജുകളെ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും EP-യെ സംബന്ധിച്ച് ഇനി CPM-ൽ ഇനി ഒരു സ്ഥാനമാനങ്ങൾക്ക് സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രധാന ഘടകം. കേന്ദ്ര കമ്മിറ്റി അംഗത്വം എന്നുള്ളത് അടുത്ത സമ്മേളനത്തോടു കൂടി അവസാനിക്കുകയാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല. ഇനി LDF കൺവീനർ സ്ഥാനത്തൊന്നും തന്നെ നീക്കിയിരിക്കുന്നു. അപ്പോൾ താൻ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ EP-ക്ക് ആദ്യം മുതലേ ഉണ്ട്. MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് മുതൽ തന്നെ അദ്ദേഹം പ്രകടമായ അനിഷ്ടവും ബുദ്ധിമുട്ടും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പ്രതികരണങ്ങളിലായാലും വിട്ടുനിൽക്കലായാലും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. LDF കൺവീനർ എന്ന നിലയ്ക്കും അദ്ദേഹം പല ഘട്ടങ്ങളിലും ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ള പരാതി തന്നെ പാർട്ടിക്കകത്ത് വന്നിട്ടുള്ളതാണ്. CPI തന്നെ അത് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. പാർട്ടി പെട്ടിരിക്കുന്നു. EP-യെ കൊണ്ട് തന്നെ അത് പരിഹരിക്കുക എന്നാണ് ഇനി പാർട്ടി കാണുന്നത്. നാളെ ഇനി EP നടത്തുന്ന പ്രസംഗം സരിന് വേണ്ടി, സരിന് അതാ നല്ല മിടുക്കനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമുക്ക് നാളെ കേൾക്കാം. ഇതിലെനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ DC ബുക്സിനെതിരെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് EP ജയരാജൻ. സമൂഹത്തിൽ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചരണ ആയുധം നൽകുന്നതിന് വേണ്ടിയാണ് ആത്മകഥ എന്ന നിലയിൽ DC ബുക്സ് പുറത്തുവിട്ട സർവ്വ പോസ്റ്റുകളും ആത്മകഥാ ഭാഗങ്ങളും പിൻവലിക്കണം. നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് തെറ്റ് പരസ്യപ്പെടുത്തണമെന്നും ആവശ്യം. അല്ലാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നൊരു വക്കീൽ നോട്ടീസ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ DC ബുക്സും പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പോൾ ഏകദേശം 12 മണിക്കൂറാവുന്നു. ഇതിനിടയിൽ DC ബുക്സ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ലെന്ന് മാത്രവുമല്ല, ഇതാദ്യമായി ഒരു DC ബുക്സിനെ പോലെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച അരനൂറ്റാണ്ടു കാലത്തെ പ്രസാധന ചരിത്രമുള്ള ഒരു പ്രസ്ഥാനം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് പ്രകാശന കർമ്മം നിർവഹിക്കാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞത് തിരുത്തിയിരിക്കുന്നു. നിർമ്മിതിയിലെ സാങ്കേതിക പിഴവ് കാരണം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നിർമ്മിതിയിലെ സാങ്കേതിക പിഴവ്? നിർമ്മിതിയിലെ സാങ്കേതിക പിഴവ് മൂലം DC ബുക്സ് ഇതിനു മുമ്പ് ഏതെങ്കിലും ബുക്ക് പിൻവലിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പരസ്യപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ പുസ്തക പ്രകാശന കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ? അപ്പോൾ DC ബുക്സ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രകാശന കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. 2, DC ബുക്സിന് ഇങ്ങനെയൊരു കരാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ കരാർ രേഖാമൂലം ഒപ്പുവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനെ ഒരു പക്ഷേ നിയമപരമായി നേരിടാൻ വേണ്ടി DC കയ്യിൽ കരുതി വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് നിൽക്കില്ല. ഈ നോട്ടീസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു ആത്മകഥ എഴുതാൻ DC ബുക്സിന് കരാർ നൽകിയിട്ടില്ല. EP ജയരാജൻ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നു, മാതൃഭൂമിയെയും ഒപ്പം DC ബുക്സിനെയും താൻ സമീപിച്ചിരുന്നു. അഥവാ അവർ ഇങ്ങോട്ട് സമീപിച്ചു, രണ്ടുപേരോടും ആലോചിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം മാതൃഭൂമിക്ക് കൊടുക്കാം എന്നൊരു ആലോചനയുണ്ടായിരുന്നു. അതിനിടയിലാണ് DC ബുക്സിൻ്റെ ഈ പരസ്യമുണ്ടാവുന്നതും ഈ വിവാദങ്ങൾ ഉണ്ടാവുന്നതുമെന്നാണ്. നമുക്കറിയാമല്ലോ, P ജയരാജൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സാണ്. ആ മാതൃഭൂമി ബുക്സ് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചർച്ചാ വിഷയമായി. അതുകൊണ്ട് തന്നെ മാതൃഭൂമി P ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ തൻ്റെ പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിക്കട്ടെ എന്ന് സ്വാഭാവികമായി EP-ക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് DC വാണിജ്യതന്ത്രത്തിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തിയെന്നാണ് പൊതുവെയുള്ള സംസാരം. എനിക്കതിൻ്റെ വസ്തുത അറിയില്ല. കാരണം DC ബുക്സിൻ്റെ സൈറ്റിൽ നിന്നല്ല ഈ PDF ചോർന്ന് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന 181 പേജിൽ ഒരിടത്ത് പോലും DC ബുക്സിൻ്റെ ഒരു പരാമർശവുമില്ല. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വീണ് കിട്ടിയിരിക്കുന്നതാണ്.
ആകെയുള്ളത് DC ബുക്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവച്ചിരിക്കുന്ന കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന തലക്കെട്ടിലുള്ള EMSൻ്റെയും EP ജയരാജൻ്റെയും ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കവർ ചിത്രം മാത്രമാണ്. ആ കവർ ചിത്രത്തിൽ ഇതിൻ്റെ ഉള്ളടക്കമേ ഇല്ല. ആ കവർ ചിത്രം പക്ഷേ EP ജയരാജൻ നിഷേധിക്കുന്നുണ്ട്. ആ തലക്കെട്ട് EP ജയരാജൻ നിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു തലക്കെട്ട് ഞാൻ ഇട്ടിട്ടില്ല എന്ന് EP ജയരാജൻ പറയുമ്പോൾ 2-3 ചോദ്യങ്ങളുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ആ എഴുത്തുകാരൻ്റെ അവകാശമാണ് ആ എഴുത്ത് എഴുതി തീരുന്നതിനു ശേഷം തൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ഇത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കാം എന്ന് പ്രസാധകൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതുവരെ അത് എഴുത്തുകാരൻ്റെ സ്വകാര്യതയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നാളെ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു കഥ എഴുതിയാലും അല്ലെങ്കിൽ ഒരു ആത്മകഥ എഴുതിയാലും ആ ആത്മകഥയിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു DTP ഓപ്പറേറ്റർക്ക് കൊടുത്ത ആ DTP ഓപ്പറേറ്റർ അത് പുറത്തുവിട്ടാൽ, അത് പൂർണ്ണമായ അനുമതി വാങ്ങാതെ ഒരു പ്രസാധക സംഘം പ്രസിദ്ധീകരിച്ചാൽ അത് എഴുത്തുകാരനോട് ചെയ്യുന്ന അവഹേളനമാണെന്നാണ് എൻ്റെ നിലപാട്. കാരണം ആ എഴുത്തുകാരൻ അവസാനത്തെ നിമിഷത്തിലാണ് വേണ്ടത്ര കൂട്ടിച്ചേർക്കലുകൾ വരുത്തുക, അതല്ലെങ്കിൽ വേണ്ടത്ര ഒഴിവാക്കലുകൾ നടത്തുക. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കാനും കൂട്ടിച്ചേർക്കാനുമുള്ള ഒരു അവസരം എഴുത്തുകാരനു നൽകാതെ ആ പുസ്തകത്തിലെ വിവാദമായ ഭാഗങ്ങൾ DTP സെൻറ്ററിൽ നിന്ന് അതല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അത് കേവലം വാണിജ്യതന്ത്രമല്ല. വാണിജ്യതന്ത്രമല്ലെന്ന് പറയാനുള്ള കാരണം 181 പേജ് 200 പേജോളമാണ് തൻ്റെ ആത്മകഥയിലുള്ളതെന്ന് EP ജയരാജൻ പറയുന്നു. അതിൽ 200 പേജ് ആയിക്കഴിഞ്ഞു. ഇനി 1-2 ദിവസം കൊണ്ട് ബാക്കി പേജ് കൂടെ എഴുതി അത് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 181 പേജും പുറത്തേക്ക് വിട്ടാൽ ഈ പുസ്തകം ആര് വാങ്ങും? ഈ പുസ്തകം ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. PDF കേരളത്തിലെ മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തകരുടെ കൈകളിലും എത്തിക്കഴിഞ്ഞു. ഇത് വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചു കഴിഞ്ഞു. ആ പുസ്തകം ഇനി വാങ്ങാനായിട്ട് ആരെങ്കിലും DC ബുക്സിൽ പോയി വാങ്ങേണ്ടതില്ല. അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഓൾറെഡി അവൈലബിൾ ആയി കഴിഞ്ഞു. അപ്പോൾ അതൊരു വാണിജ്യതന്ത്രം എന്ന നിലയിൽ ഇത് പുറത്തുവിട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പിന്നിലൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കമുണ്ട്. അത് DC ബുക്സിന് പിഴച്ചതാണോ? അതല്ല. EP ജയരാജൻ എഴുതാൻ കൊടുത്തയാളിൽ നിന്ന് ഇത് ചോർന്നു പോയതാണോ? ഇക്കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. പക്ഷേ EP ജയരാജൻ DGP കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത് അന്വേഷിക്കണമെന്ന് പറയുന്നു. അത് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് വെളിപ്പെടുത്തുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, EP ജയരാജൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും EP ജയരാജന് പൊതുസമൂഹത്തോട് ചർച്ച ചെയ്യണമെന്ന് കരുതിയ വിഷയങ്ങളാണ്. പക്ഷേ അന്തിമമായി ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് ഏതൊക്കെയാണ് പാർട്ടി വിരുദ്ധം പാർട്ടി അനുകൂലം എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം EP-ക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾക്കും അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, എന്താണ് സർക്കാരിനെ കുറിച്ച് പറയുന്നൊരു കാര്യം. അതുപോലെ 1-ാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഈ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല എന്ന് തുടങ്ങിയ ഭാഗത്ത് 2-ാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പറയുന്നുണ്ട്, ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും പ്രചാരണമാണെങ്കിലും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ സർക്കാരിനെതിരെ EP സംസാരിച്ചു എന്ന മട്ടിൽ അത് പ്രസിദ്ധീകരിച്ച് കിട്ടുക തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരുടെ താല്പര്യമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ മാധ്യമങ്ങളും വലതുപക്ഷവും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം അതിൽ നടത്തി മാറ്റി. അതിൽ നിന്ന് ആദ്യത്തെ ഭാഗം മാത്രമാണ് ചേർക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതെൻ്റെ ആത്മകഥ എന്ന നിലയിൽ പൂർണ്ണമായിട്ടുമല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. ചില കാര്യങ്ങൾ വിവാദമാകും, ചില കാര്യങ്ങൾ പാർട്ടിക്ക് ചില അലോസരമുണ്ടാക്കും, പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. സംഘടനാപരമായി അദ്ദേഹം പാർട്ടിക്കുള്ളിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ ഇതിൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുക. ആ ഘട്ടത്തിലേക്ക് പോലും എത്തിയിട്ടില്ല എന്നാണ് EP പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഉറച്ചു വിശ്വസിക്കുന്നത് EP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ തൻ എന്ത് എഴുതണം, എന്ത് കൂട്ടിച്ചേർക്കണം, എന്ത് അന്തിമമായി തൻ്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ അവകാശത്തെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ നോക്കൂ, നാളെ EP ഇത് പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞാൽ EP എഴുതുന്ന ആത്മകഥയായി പുറത്തു വരാൻ പോകുന്നത് മറ്റൊരു പുസ്തകമാണെന്നിരിക്കട്ടെ. ഈ പറഞ്ഞ ചർച്ച കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പുറത്തു വരാത്ത EP ഓൺ ചെയ്യാത്ത ഒരു കണ്ടന്റാണ് ചർച്ച ചെയ്യുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ. എൻ്റെ സംശയം അതാണ്. അത് നമ്മൾ ബാക്കി എന്താ, ഇത് ആർക്ക് വേണമെങ്കിലും ഈ DTP അടിച്ചു കയറ്റാവുന്നതേ ഉള്ളൂ. കാര്യം ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പില്ല, ഇതിൽ അദ്ദേഹത്തിൻ്റെ കൈയെഴുത്തല്ല. പുറത്തു വന്നിരിക്കുന്നത് കൈയെഴുത്തു പ്രതിയാണെങ്കിൽ കൂടുതൽ വിശ്വാസ്യതയുണ്ടാകും. പുറത്തു വന്നിരിക്കുന്നത് ഏതോ DTP സെൻറ്ററിലുള്ള വാചകമാണ്. ആ DTP സെൻറ്ററിലുള്ളത് അടിച്ചു കയറ്റാവുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാവുന്നത് ആർക്കും സാധ്യമാണെന്നിരിക്കെ അദ്ദേഹം പറയുന്നു, ഞാൻ സരിനെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നതും പിന്നിലും കൂട്ടിച്ചേർക്കുമ്പോൾ സരിനെക്കുറിച്ച് എഴുതാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് അനുമാനിക്കാം. പക്ഷേ നോക്കൂ, EP ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അന്തിമമായിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച ഇവിടെ അവസാനിച്ചില്ലേ? കാര്യം ഏതൊരു മനുഷ്യനും ആ സമയത്ത് തോന്നുന്നതാണല്ലോ എഴുത്തിൻ്റെ ഭാഗത്തിലുണ്ടാവുക. അതാകണമെന്നില്ലല്ലോ അവസാനം ഒരു പുസ്തകമായി പുറത്തിറങ്ങുക. അപ്പോൾ അതുകൊണ്ട്
ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാകമാകാത്ത പുസ്തകത്തെ വെച്ചുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ ആയുധമാക്കാനാണ് വരുന്നതെങ്കിൽ നിലവിലൊരു ഇമ്മെറ്റീരിയലാണ്, ഇങ്ങനൊരു ആത്മകഥയേ ഇല്ല എന്ന മട്ടിൽ ഇ പി പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് വലിയ വിവാദങ്ങൾക്ക് സാധ്യതയില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം കരുതലോടുകൂടി നീങ്ങുന്നത്. ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം പോവാത്തതിൻ്റെ കാരണം ഈ കണ്ടന്റ് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. DC-യിൽ നിന്ന് ഈ കണ്ടന്റ് വന്നതായിട്ട് നമുക്കറിയില്ല. DGP കൊടുത്ത പരാതി എന്താണ്? DGP കൊടുത്തിരിക്കുന്ന പരാതി അന്വേഷിക്കണം എന്നുള്ളതല്ലേ? അല്ല, എന്താണ് ശരിക്കും വ്യക്തമായി പറയുന്നത്? DC-ക്കെതിരെ പറയുന്നുണ്ട്. അന്വേഷിക്കണം. എങ്ങനെ ചോർന്നത് അന്വേഷിക്കണം? എങ്ങനെ DC-ക്കെതിരെ പറയാൻ പറ്റും? ഈ പുസ്തകം ഇതിനകത്ത് DC-യുടെ പേരില്ല, പരാതിയില്ല. DC ബുക്സിനെതിരെ എങ്ങനെ പരാതി പറയും? കാരണം DC ബുക്സിന്റെ ഏതെങ്കിലും ഒരു പ്രിന്റ് ഇതിനകത്തില്ല. അപ്പോൾ DC ബുക്സിന്റെ ഏതെങ്കിലും ഒരു വാട്ടർമാർക്ക് വേണ്ടേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും DC ബുക്സ് എന്ന് എഴുതണ്ടേ? അതില്ല. അപ്പോൾ DC ബുക്സിൻ്റെതാണ് എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ സോഴ്സ് ഇല്ലാത്തൊരിടത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന PDF ഡോക്യുമെന്റ് ആണ്. അതായത് ഈ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയം ചർച്ചയാകുമല്ലോ. ഡോക്ടർ P. സരീൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്കുമ്പോൾ മറുകണ്ഠം ചാടൽ, അതും അൻവറുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും, നേരത്തെ NK ബാലകൃഷ്ണന്റെ കാര്യം 80-ലെ ഉദുമയെ പ്രതിനിധിച്ച കാര്യം, അവിടെ ജയിച്ച CPM-ലെ K. പുരുഷോത്തമനായിരുന്നു. ഈ ചരിത്രമൊക്കെ ഇതാ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഇത് നിൽക്കുമോ സ്മൃതി? എന്റെ ചോദ്യം ഇതാ. അല്ല, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ അത് അദ്ദേഹം അവസാനം ഇത് നീക്കം ചെയ്യാൻ ഈ കാര്യങ്ങൾ പുറത്തു വരുന്ന നേരത്തോടെ നേരമായല്ലോ. DC ബുക്സിന് അങ്ങനെ പറയാമല്ലോ. അങ്ങനെയാണ് ഇത് ഞങ്ങൾ എങ്ങനെ DC ബുക്സ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. DC ബുക്സ് പോലൊരു പ്രസാധകർ ഈ DC ബുക്സ് ഇത് പുറത്തുവിട്ടു എന്നൊരു അഭിപ്രായം എനിക്കില്ല. സ്മൃതിക്കുണ്ടോ? അല്ല, അങ്ങനെയാണ് DC ബുക്സ് പറയട്ടെ. ഇത് DC ബുക്സ് ഇന്നലെ പിന്നെ അപ്പോൾ താങ്കൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത കാര്യം? കവർ പേജ് മാത്രമാണ്. അത് ഡിസോൺ ചെയ്തു EP. അതിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിലാണ് മാപ്പ് പറയണമെന്ന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആരാ മാപ്പ് പറയേണ്ടത്? ആരാണ്? DC വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിലാണെന്നേ. നമ്മൾ ഈ വാർത്ത സമീപിക്കുമ്പോൾ നോക്കൂ, കവർ പേജ് മാത്രമാണ് നമ്മുടെ മുന്നിൽ മെറ്റീരിയൽ ആയിട്ടുള്ളത്. ആ കവർ പേജ് പിൻവലിച്ചു മാപ്പ് പറയണം. അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ പിൻവലിക്കണം എന്നുള്ളത്. ഇതിപ്പോൾ DC ബുക്സ് ഈ പുസ്തകം ഞങ്ങളല്ല പിന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്, ഇതൊന്നുമല്ല ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന EP ജയരാജന്റെ പുസ്തകം എന്ന് DC ബുക്സ് പറഞ്ഞാൽ മതി. അതും വേണ്ട. ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്ത രേഖാപത്രം കാണിച്ചാൽ മതി. പ്ലസ് ഇത് മാത്രമല്ല, രേഖാപത്രം കാണിക്കുന്നിടത്ത് മാത്രം പ്രശ്നം കഴിയത്തില്ല. കാരണം ഇതിനകത്ത് കണ്ടന്റിൽ എഴുതി കയറ്റി വേണം. അതാണ് ഇത് മെയിലായിട്ട് അയച്ചിട്ടുണ്ടാവുക. ആ മെയിലൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് EP ജയരാജൻ കൈയെഴുതി, എന്നോട് EP ജയരാജൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എഴുതിയാണ് മറ്റൊരാൾക്ക് കൊടുത്തത്. അയാളത് DTP ഭാഷയും വാചകങ്ങളും ഒക്കെ ശരിയാക്കി DTP എടുത്ത് ആണ് വയ്ക്കുക. ആ DTP എടുത്ത് വെച്ചത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. മാതൃഭൂമിക്ക് കൊടുക്കണോ DC ബുക്സിന് കൊടുക്കണോ തീരുമാനിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഊഹിക്കുകയാണ്, അത് പറഞ്ഞിട്ടില്ല. DC ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. ഒരുപക്ഷെ DC-യോട് പറഞ്ഞിട്ടുണ്ടാവാം, നമുക്ക് ആലോചിക്കാം. ഇത്രയും കണ്ടന്റ് എങ്ങനെയാണ് DC-യിലേക്ക് എത്തുന്നത്? DC-യിലേക്ക് എത്തിയിട്ടില്ല. എങ്ങനെ പറയാൻ പറ്റും എത്തിയെന്ന്? അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ DC പറയേണ്ടത് ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ടൊരു കണ്ടന്റ് അല്ല എന്ന് പറഞ്ഞാൽ മതി. ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ കാര്യം കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഫോണ്ട് എന്ന് പറയുന്നത് DC-യുടെ ഫോണ്ടാണ്. അല്ല, അതെങ്ങനെ വരും? ഈ ഫോണ്ട് DC-യുടെ ഫോണ്ടാണ്. ഇദ്ദേഹം എഴുതിയതല്ല. കംപ്ലീറ്റ് ലേ ഔട്ട് കഴിഞ്ഞ ഒന്നാണ്. നോക്കൂ, നോക്കൂ, ഇതിനകത്തെ ടൈറ്റിലുകൾ, ഇതിനകത്തെ എല്ലാ ചിത്രങ്ങളും, എവരിത്തിങ് ഇത് ഫൈനലാണ്. എല്ലാം ഫൈനലാണ്. നോക്കൂ, ഫൈനലാണെന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഒരു ടെക്സ്റ്റ് ഫൈനലായിട്ട് അനുമതി കിട്ടുക? അതൊന്നുകൂടി പ്രൂഫ് റീഡിംഗ് ഈ എഴുതി കൊടുത്തിരിക്കുന്നത് അത് അബദ്ധമുണ്ടോ, അതിലെന്തെങ്കിലും തരത്തിൽ തനിക്കെതിരെ വരാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ നോക്കണമല്ലോ. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന പരാമർശങ്ങൾ ഇനി EP എഴുതിയതാണെന്ന് കരുതിയാൽ പോലും EP അത് എഡിറ്റ് ചെയ്തിട്ടല്ലേ അത് പുറത്തേക്ക് വിടൂ. അത്രേ ഉള്ളൂ. അങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ മാത്രമല്ലേ ഇത് പുസ്തകമാകൂ. അത്രേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ലേ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവൂ. അതല്ലാതെ അങ്ങനെ EP തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ EP-ക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? EP-ക്ക് നിരാശയും ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. EP-ക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. EP-ക്ക് ഇതൊന്നും പറയില്ല. EP എന്തിനാണ് പുസ്തകം എഴുതുന്നത്? EP എന്തിനാണ് പുസ്തകം എഴുതുന്നത്? EP എന്തിനാണ്? അല്ല, സരി എന്നല്ല ഞാൻ പറഞ്ഞത്. EP എന്തിനാണ് പുസ്തകം എഴുതുന്നത്? EP എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതുമെന്ന് എന്തിനാണ് EP നേരത്തെ പറഞ്ഞത്? EP-ക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ. സമയമാണ് ഞാൻ EP പറയാനുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ എന്റെ കൺസേൺ ഇത്രേ ഉള്ളൂ, ഇത് DC-യുടെ കയ്യിൽ നിന്ന് ചോർന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കില്ല. അതിന്റെ ചർച്ചയിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു സുജയ കൂടി പറഞ്ഞു. സുജയിലേക്ക് പോയിട്ട് EP-യിൽ പെട്ടോ എന്നാണ് ചോദ്യം. സുജയ,
ഇപിയിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് DC ബുക്സ് ആണ്. കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിലാണ് ഇപ്പോൾ രവി DC ഷാർജയിൽ ഇരിക്കുന്നത്. നാട്ടിലേക്ക് വരുമ്പോഴാണോ അതോ ഇനി ഷാർജയിലാണോ രവി DCയുടെ പ്രതികരണം എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. രവി DCയെ താൻ വിളിച്ചു എന്നാണ് EP ജയരാജൻ പറയുന്നത്. അപ്പോൾ ആ വിളിയും പറച്ചിലുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്തായാലും DGPക്കുള്ള പരാതിയൊക്കെ പോയിരിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വെച്ച് വേണം ഈ വിഷയത്തിൽ കാണേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ പാർട്ടിയെക്കാളും പെട്ടു നിൽക്കുന്നത് DC ബുക്സ് ആണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെയാണ് DC ബുക്സ് അവരുടെ വെരിഫൈഡ് ആയിട്ടുള്ള പേജിൽ, അത് ഹാക്ക് ചെയ്തു എന്ന് ഇനി പറയുമെന്ന് എനിക്കറിയില്ല, ഹാക്കിങ്ങിൻ്റെയൊക്കെ കാലമാണല്ലോ. അപ്പോൾ DC ബുക്സിൻ്റെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഒപ്പം തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും, അതായത് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് ഇതിൻ്റെ ഒരു പരസ്യം വരുന്നുണ്ട്. ആ പരസ്യം ഇങ്ങനെയാണ്: പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പുവടയും, ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ഉടൻ വരുന്നു DC ബുക്സിലൂടെ. ഈ പരസ്യം അവർ പ്രസിദ്ധീകരിച്ചതാണ്. ആ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ കവർ പേജാണ്. ആ കവർ പേജ് ഇന്ന് EP നിഷേധിക്കുകയാണ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അയാൾ കഥ എഴുതുകയാണ്. എഴുതി തീരാത്ത ഒരു കഥ എങ്ങനെയാണ് ഉടൻ പ്രസിദ്ധീകരിക്കാനായി PDF ആയി എല്ലാം തയ്യാറാക്കി DC ബുക്സ് തയ്യാറാക്കി വെക്കുന്നത്? അപ്പോൾ EP ജയരാജൻ പകുതി എഴുതുന്നതിന് ബാക്കി ഇനി രവി DC എഴുതിയോ എന്നൊരു ചോദ്യമേ ഇനി ചോദിക്കാൻ ബാക്കിയുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് ഇതുടൻ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുക? വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഇവിടെ DC ബുക്സ് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം LDF കേരള പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് ടാഗ് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ EP ജയരാജനെ കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആഡ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. EP ജയരാജൻ ആ ആഡ് കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം ഫ്രീക്വൻ്റ് ആണ് ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നതിൽ എന്ന് എനിക്ക് സംശയമുണ്ട്. 9 മണിക്ക് ശേഷമാണ്. അതാണ്, ഇന്നലെ രാത്രിയാണ്, അതായത് ലേറ്റ് ഈവനിങ് ആണ് ഈ പോസ്റ്റുകൾ രണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ EP ജയരാജൻ അത് കണ്ടിട്ടുണ്ടോ എന്നതിൽ എനിക്കും സംശയമുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ചാനലിൽ വാർത്ത കണ്ടിട്ടാണ് അദ്ദേഹം അത് അറിയുന്നത്. അത് ഡോക്ടർ അരുണുമായി രാവിലെ സംസാരിക്കുമ്പോഴും ആ രീതിയിലുള്ളൊരു റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല പിന്നീട് അദ്ദേഹം എടുക്കുന്ന ആക്ഷൻസ്, ഇങ്ങനെയൊരു കരാർ ഉണ്ടാക്കി ഒരു പുസ്തകം കൈമാറിയ ഒരാൾ ചെയ്യുന്ന രീതിയിലാണ്. ഒന്നുകിൽ EP നുണ പറയുകയാണ്, അല്ല എങ്കിൽ അദ്ദേഹം ജെനുവിനായി ഈ കാര്യങ്ങൾ പറയുകയാണ്. ഇതിന് രണ്ടിനുമുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കട്ടൻ ചായയും പരിപ്പോടെയും അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ എൻ്റെ പുസ്തകത്തിന് ഇടുമോ എന്ന് EP ചോദിക്കുന്നുണ്ട്. കാരണം ഈ കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ മാറ്റി മറ്റ് ആഹാരശീലങ്ങളിലേക്ക് മാറേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരേണ്ടതാണോ എന്നൊക്കെ ചോദിച്ച് വെട്ടിലായി പരിഹസിക്കപ്പെട്ട, ട്രോളാക്കപ്പെട്ട ആ ടൈറ്റിൽ എടുത്ത് EP ഈ പുസ്തകത്തിന് ഇടുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ EPയെ ട്രോളാൻ വേണ്ടി DC ബുക്സ് ഇട്ട പേരാണോ ഇത്? കാരണം EP പറയുന്നു എൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇതല്ല, ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ടിട്ടിട്ടില്ല, അത് DGPക്ക് കൊടുത്ത പരാതിയിലുണ്ട്. മാഡം പറഞ്ഞില്ലേ DGPക്ക് കൊടുത്ത പരാതി. EP DGPക്ക് നൽകിയ പരാതിയിൽ ഈ ആത്മകഥാ വിവാദം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ഇതാണ്. DGPക്ക് കൊടുത്ത കംപ്ലൈൻറ്റിലെ വരികൾ ഇങ്ങനെയാണ്: ഐ ഹാവ് നൈദർ കംപ്ലീറ്റഡ് റൈറ്റിംഗ് മൈ ഓട്ടോബയോഗ്രഫി സോ ഫാർ നോർ ഇൻട്രസ്റ്റഡ് എനിവൺ either to print or publish it. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ, ആരെയും ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് പ്രിൻ്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ ഞാൻ ഏൽപ്പിച്ചിട്ടുമില്ല. ആ ആരെയും എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു അത് DC ബുക്സും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന്. രണ്ടാമത്തേത്, ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ദ ടൈറ്റിൽ ടു മൈ ഓട്ടോബയോഗ്രഫി നോർ ഫൈനലൈസ്ഡ് ഇറ്റ്സ് കവർ പേജ്. ഇതിൻ്റെ കവർ പേജും ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഞാൻ ഈ പുസ്തകത്തിന് തലക്കെട്ടും ഇട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ആ ആത്മകഥയ്ക്ക് അദ്ദേഹം ടൈറ്റിൽ ഇട്ടിട്ടില്ല, തലക്കെട്ടിട്ടിട്ടില്ല. അപ്പോൾ ഈ കട്ടൻ ചായയും പരിപ്പുവടയും ആരുടെ അടുക്കളയിൽ വെന്തതാണ്? അതാണ് ചോദ്യം. ആ വെന്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയവും പ്രധാനമാണ്. ഇന്നലെ ഈ പരസ്യം പബ്ലിഷ് ചെയ്യുന്ന DC ബുക്സിനും ആ DC ബുക്സിൻ്റെ മേലധികാരികൾക്കും ഉറപ്പുണ്ടാകണമല്ലോ, ഇത് തങ്ങൾക്ക് റൈറ്റ്സ് കിട്ടിയിട്ടുള്ളതാണ്, പ്രസിദ്ധീകരിക്കുന്നതിനായിട്ടുള്ള എല്ലാ റൈറ്റ്സും തങ്ങൾക്കുള്ളതാണ് എന്ന പൂർണ്ണബോധ്യത്തോടെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. DC ബുക്സ് ആയാലും മറ്റേത് പ്രസാധകരായാലും അവരൊരു പുസ്തകത്തെക്കുറിച്ചൊരു പരസ്യം ഇടുന്നത് അവർക്ക് അതിൻ്റെ എല്ലാ റൈറ്റ്സ് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ്. ഉണ്ണിസാറിൻ്റെ തന്നെ പുസ്തകത്തിന് ഉണ്ണിസാറിൻ്റെ കയ്യിൽ നിന്ന് ആ റൈറ്റ്സ് എല്ലാം വാങ്ങിയതിന് ശേഷം പ്രസിദ്ധീകരിക്കാമെന്നുള്ളൊരു കരാറായതിനു ശേഷമാണല്ലോ അതിൻ്റെ മുഖവിലയടക്കം, അതിൻ്റെ പ്രസിദ്ധീകരണം എന്നാണ്, പ്രകാശനം എന്നാണ്, സകല കാര്യങ്ങളും നിശ്ചയിക്കുന്നത് ആ എഴുത്തുകാരനുമായി ആലോചിച്ചാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങയുടെ പുസ്തകങ്ങളൊക്കെ DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, ഒട്ടുമിക്കവാറും പുസ്തകങ്ങൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും ആ എഴുത്തുകാരനുമായി കൂടിയാലോചനകൾ നടത്തി തന്നെയാണ് ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഉദാഹരണം അങ്ങേ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളുടെ ഒരു പുസ്തകം DC ബുക്സിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വഴികളെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഇവിടെ EP പറയുന്നുണ്ടല്ലോ, ആത്മകഥ എന്ന പേരിൽ
എന്നാണ് ഇ പി ഉപയോഗിക്കുന്ന വാചകം. ആത്മകഥ എന്ന പേരിൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടതിനാണ് വക്കീൽ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ PDF വന്ന കേന്ദ്രം ഏതാണ്? അത് DC ബുക്സിൽ നിന്നാണോ, അതോ രാഷ്ട്രീയത്തോടെ മറ്റാരെങ്കിലും ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ടോ? അതായത് DC ബുക്സ് നേരിട്ട് EP യെ ചതിക്കേണ്ടതോ അല്ലെങ്കിൽ EP യെ പെടുത്തേണ്ടതായ ഒരു ആവശ്യം രവി DCക്കോ DC ബുക്സിനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടോ? ചേലക്കരയിൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ? സാറിനെതിരെ ഇങ്ങനെ ഒരു വിവാദം ഉയർത്തുന്നതിന് അങ്ങനെയുള്ള ഒരു താല്പര്യം ഇതിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? കാരണം ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷമുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളുടെ ഒരു വേഗതയും ആ പ്രതികരണങ്ങളിലെ ഒരു ആക്ഷേപഹാസ്യവും ഒക്കെ കാണുമ്പോൾ വളരെ പെട്ടെന്നാണ്, വളരെ നാച്ചുറലായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ടച്ച് ഉണ്ടോ? അനുകൂലമാണോ എന്ന് എനിക്കറിയില്ല. ആരായാലും ഇത് അന്വേഷിക്കപ്പെടണമല്ലോ. DGPക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത് പറയണമല്ലോ. DGPക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അത്രയും വലിയ കള്ളനായിരിക്കണം. ഞാൻ അങ്ങനെ കരുതുന്നില്ല. EP ജയരാജൻ അത്രയും വലിയൊരു കള്ളനാണ് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ മുന്നിൽ അതിനുള്ള തെളിവില്ല. അദ്ദേഹം DGPക്ക് കൊടുത്ത പരാതി എൻ്റെ മുന്നിൽ തെളിവായിട്ടുമുണ്ട്. ഇത് ഞാൻ എഴുതാത്ത പുസ്തകമാണ്, ഞാൻ ഇടാത്ത തലക്കെട്ടാണ്. ഇങ്ങനെ ഒരു പുസ്തകം എൻ്റെ അറിവില്ലാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അത് മാതൃഭൂമിക്ക് കൊടുക്കണോ DCക്ക് കൊടുക്കണോ, രണ്ട് കൂട്ടരുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് DCക്ക് ഇങ്ങനെ ഒരു പരസ്യം പബ്ലിഷ് ചെയ്യാൻ പറ്റുക? അതും ഇന്നലെ രാത്രിയിൽ. ഇന്ന് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വയനാട് പിന്നെ പോട്ടെ. ചേലക്കര എന്ന് പറയുന്നത് LDFന്റെ CPIMന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന മറുവശത്തുള്ള പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്, മുന്നണിയുടെ പേര് UDF എന്നാണ്. ന്യായമായും സംശയിക്കാമല്ലോ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന്. അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. അല്ലാതെ എല്ലാ തെറ്റും ശരിയാണ്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവാദം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ നല്ല രീതിയിൽ പ്രതിസന്ധിയിലാക്കി. അത് EP-യുടെ കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനും EP തന്നെ ഒരു വില്ലൻ കഥാപാത്രമായി രംഗത്ത് വരണമെന്ന് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നതിനാണ് EP പാർട്ടിയുമായി ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുമായിട്ടടക്കം കൂടിക്കാഴ്ചകൾ നടത്തി പതിയെ തിരിച്ചു വരികയാണ്, ആക്റ്റീവ് ആകാൻ തുടങ്ങുകയാണ്. അതിനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ പാലക്കാട്ട് സ്വാഭാവികമായും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരേണ്ടതാണ്, ചേലക്കരയിലും വരേണ്ടതായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവർ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അതിനിടയിലൂടെ ഇത് കയറ്റി EP-യെ പെടുത്താനുള്ളൊരു നീക്കം നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിലൂടെ പുറത്തു വരികയുള്ളൂ. അതല്ല രണ്ടാമത്തെ സാധ്യത, ഉണ്ണി സാറ് സ്മൃതി മാഡവും ഒക്കെ പറഞ്ഞതുപോലെ EP തന്നെ പാർട്ടിയെ വെട്ടിലാക്കണം, അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം, ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുൻപ് അദ്ദേഹം എഴുതി ഇത് DCക്ക് കൊടുത്തതാണെന്ന് തന്നെ വെക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടി അനുമതിയോടുകൂടിയാണോ ഈ സാധനം ഇന്ന് പുറത്തേക്ക് വിട്ടത്? EP-ക്ക് ഇന്ന് ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് വരുന്നതിൽ താല്പര്യമുണ്ടാകുമോ? പ്രത്യേകിച്ചും സരിനെതിരെയൊക്കെ, സരിൻ അവസരവാദിയാണ്, സ്വതന്ത്ര വയ്യാവേലിയാകുന്നത് ഓർക്കണം, ഇങ്ങനെയൊക്കെയുള്ള കമൻസ് അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു കമൻസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വരുന്നത് അദ്ദേഹം ചെയ്യുന്ന ഒരു മര്യാദയാണ് എന്ന് EP ധരിക്കുമോ? EP-യുടെ അനുമതിയോടെ പുറത്തുവിട്ടു എന്നുണ്ടെങ്കിൽ അത് DC പറയണം. EP അറിഞ്ഞിരുന്നു, EP തന്നതാണ്. ഇതൊക്കെ പറയേണ്ടത് രവി DCയാണ്. എന്താണ് അദ്ദേഹം മൗനം തുടരുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഓർമ്മയില്ലേ? മുഖ്യമന്ത്രി പറയാത്തത് പ്രസിദ്ധീകരിക്കുന്ന ദ ഹിന്ദുവിൻ്റെ പിറ്റേ ദിവസത്തെ മാപ്പ്. അതുപോലെ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് രാവിലെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇനി നാളെ അതിലൊരു മാപ്പ് വരുമോ? കാരണം ഞാൻ പറയാത്ത കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം ഈ ഒരു തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്ന് പറയുന്നുണ്ട്. ചില മാധ്യമങ്ങളുടെയൊക്കെ പേരെടുത്ത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് രാവിലെ, അതായത് ഏർലി മോർണിംഗ് എഡിഷനിൽ തന്നെ പ്രിന്റ് ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. അതിനുശേഷമാണ് ഏത് ചാനലിലായാലും വന്നിട്ടുള്ളത്. അപ്പോൾ ദ ടൈംസ് ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ദ ഹിന്ദുവിൽ അഭിമുഖം വന്നതുപോലെ അപ്പോൾ നാളെ ടൈംസ് ഓഫ് ഇന്ത്യ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ഖേദം നോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് അസ്തമിക്കുമോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ EP-യുടെ എഴുതി തീരാത്ത ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന DC ബുക്സ് ആണ്. എഴുതി തീരാത്തത് ഉടൻ വരുന്നു എന്ന് പറയുമ്പോൾ അവസാനത്തേത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ പരസ്യം കൊടുക്കാം. അതാണോ സംഭവിച്ചത്? അപ്പോൾ DC-യുടെ ഈ ഒരു ടൈറ്റിൽ പുറത്തിറങ്ങുന്നത് കണ്ട് മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് EP-ക്ക് അറിയാവുന്ന സകല കാര്യങ്ങളും അറിയാവുന്ന ആരോ ഒരാൾ ഇത്രയും പെട്ടെന്ന് ഇത് എഴുതി കൊടുത്തോ? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. അവിടെയാണ് ഇതിനകത്തെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. EP ഇത് എഴുതിയിട്ടുണ്ട്, EP എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് EP തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ DC ബുക്സ് കൃത്യമായി ഒരു നോട്ട് ഇറക്കി കഴിഞ്ഞാൽ തീരാവുന്ന കൺഫ്യൂഷൻ ഇവിടെയുള്ളൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം EP പറയുന്നുണ്ട് അറിവോ സമ്മതമോ ഇല്ലാതെ പുസ്തകം പുറത്തുവിട്ടു, അല്ലാതെ ഇത് മുഴുവനായും ഞാൻ എഴുതാത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. മാപ്പ് പറയണം, പോസ്റ്റുകൾ പിൻവലിക്കണം, തെറ്റ് പരസ്യപ്പെടുത്തണം, ഇല്ലെങ്കിൽ നിയമ നടപടി. അപ്പോൾ ആ തെറ്റ് പരസ്യപ്പെടുത്തുന്ന EP-യുടെ അനുമതി ഇല്ലാതെയാണ് ഇത് പുറത്തുവിട്ടത് എന്ന ഒരു വിശദീകരണക്കുറിപ്പാണോ DC ബുക്സിൽ നിന്ന് വരാനിരിക്കുന്നത്. പക്ഷേ അതിന് ഡാമേജ് ഇസ് ഡൺ. ഇന്നത്തെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആ ഡാമേജ്, ഈ ഒരു PDF എല്ലാവരുടെയും കയ്യിലേക്ക് പോയി കഴിഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത് ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. സരിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഷാഫിയുടെയും ടീമിന്റെയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ട് 150 കോടി അതിനകത്തുണ്ട്. അതെ, അതൊന്നും ചർച്ചയായില്ല. ഇല്ല.
സെലക്റ്റീവ് ആണല്ലോ, എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സെലക്റ്റീവായിട്ടുള്ള ആ ചർച്ചകളൊക്കെ നടത്താനുള്ള മെറ്റീരിയൽസ് എല്ലാം ഇപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റായ ചേലക്കര എങ്ങാനും കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നുള്ളതും ഉറപ്പാണ്. കൈവിടാതെ ഇരിക്കട്ടെ എന്ന് ഇപ്പിക്ക് ഇനി പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹത്തിന് ഈ പ്രായപരിധിയിൽ ഇനി അങ്ങോട്ട് ഇളവ് കിട്ടാതെ അദ്ദേഹത്തിന് മേൽഘടകത്തിൽ പാർട്ടിയുടെ മേൽഘടകത്തിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ സമ്മേളനത്തോടെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ എഴുതി വെച്ചതാണോ? ആ ചോദ്യവും ഒരു പക്ഷേ ഹിന്ദുവിന്റെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല. ഹിന്ദുവിന്റെ കാര്യത്തിൽ എന്താ? ഹിന്ദു മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുത്തല്ലോ, അതിനുശേഷം പിറ്റേ ദിവസം ഒരു ഖേദം പ്രകടിപ്പിച്ചല്ലോ. ആ PR ഏജൻസിയിൽ പ്രവർത്തിച്ചത് അല്ല, PR ഏജൻസി പറഞ്ഞ കാര്യങ്ങളാണ് എഴുതി ചേർത്തെന്ന് പറഞ്ഞല്ലോ. അതിൽ മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കായിരുന്നത്. അല്ല, പത്രം പറയുമ്പോൾ അതിൽ ആദ്യ വരി എന്തായിരുന്നു ആദ്യ വരി? ഇത് PR നിഷേധിച്ചല്ലോ. അല്ല, മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ PR ഏജൻസി എന്ന് പറയുന്നത് എന്റെ പാർട്ടി പ്രവർത്തകൻ, പാർട്ടി നേതാവിന്റെ മകനാണ് എന്ന് പറയുമ്പോൾ ആ മകൻ PR ഏജൻസി നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയല്ല, ഹിന്ദുവിനെ പ്രതികൂട്ടിലാക്കുന്നു. ഇപ്പോൾ DC ബുക്സിനെ ഹിന്ദുവിനെ പ്രതികൂട്ടിലാക്കാണ് ചെയ്യുന്നത്. ഹിന്ദു മാപ്പ് പറയുന്നതിന്റെ ആദ്യ വരി എന്താണ് എടുത്തു കളയുന്നത്? അല്ലല്ല, ആദ്യ വരി എടുത്തു കളഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു എങ്ങനെയാണ് പറയാം? ഒരു മാധ്യമ സ്ഥാപനം ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ട് ആ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് തെറ്റായി പോയി എന്ന് നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് അഭിമുഖത്തിൽ പറഞ്ഞതല്ലെന്നും ആദ്യ വരി ഒന്ന് വായിക്കുന്നേ കേൾക്കൂ, ഇത് അഭിമുഖത്തിൽ പറഞ്ഞതല്ലെന്നും അഭിമുഖത്തിൽ പറഞ്ഞതായി ഉൾപ്പെടുത്താൻ ഒരു PR ഏജൻസി തന്നതാണെന്നും കൂട്ടിച്ചേർത്തത് എഡിറ്റോറിയൽ സൂപ്പർവിഷൻ ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, PR ഏജൻസിയുടെ കാര്യത്തിൽ എന്താണ് കാര്യം പറയുമ്പോഴും ആ PR ഏജൻസി ആരായിരുന്നു, ആ PR ഏജൻസിയുമായുള്ള ബന്ധം മുഖ്യമന്ത്രി പറയുകയാണ് പാർട്ടി നേതാവിന്റെ മകനാണെന്ന്. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ അവിടുത്തെ പല പത്രങ്ങളിലും ഇതേ രൂപത്തിലുള്ള കുറിപ്പ് കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നതാണ്. ഇതിലൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല. അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ ഒരു PR ഏജൻസി ഒരു കുറിപ്പ് തന്ന് കൂട്ടിച്ചേർത്തുവെന്നും ഇത് ഞങ്ങളുടെ എഡിറ്റോറിയൽ ജാഗ്രത അല്ലേ? ഒന്ന് വായിച്ചാൽ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് September 30 ആണ്. ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 150 kg of gold and hawala money worth 123 crore were seized by the state police in the last 5 years from Malappuram district. This money is entering Kerala for anti-state and anti-national activities. അപ്പോൾ ഇതിൽ PR representatives were present during the interview. PR representatives attempted to influence the content of the interview by adding statements. അതാണ് വിശദീകരണം. By adding statements. അതായത് മുഖ്യമന്ത്രി പറയാത്ത എഡിറ്റോറിയൽ ഇന്റഗ്രിറ്റിക്ക് ചേരാത്തതാണെന്ന് പത്രം തന്നെ പറഞ്ഞു വയ്ക്കുന്നു. ശരി, ആയിക്കോട്ടെ. ആ PR ഏജൻസി എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിനെക്കുറിച്ച് പിന്നെ മുഴുവൻ ഹിന്ദു മാപ്പ് പറഞ്ഞത് ആദ്യത്തെ വരി അങ്ങനെയായിരുന്നു. അതിന്റെ ഇല്ല, ആദ്യത്തെ വരി അങ്ങനെയായിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ നിഷേധിച്ചു. ഇല്ല, മുഖ്യമന്ത്രി നിഷേധിച്ചത് ആദ്യം പറഞ്ഞു 3 പേര് ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 3 പേരുണ്ടായിരുന്നു പറഞ്ഞു. ഈ വ്യക്തി ആരാണെന്ന് പറയുന്നു, പാർട്ടി നേതാവിന്റെ മകനാണെന്ന് പറയുന്നു. അതിനുശേഷം മറ്റൊരാൾ അയാളെ എനിക്കറിയില്ല, അയാൾ പത്രത്തിന്റെ പ്രതിനിധിയാണെന്ന് ഞാൻ കരുതിയത് എന്ന് പറയുന്നു. നമ്മളത് വസ്തുതാപരമായി പറയണം. അഭിമുഖത്തിന്റെ ഭാഗമായി അത് വന്നതാണോ? മുഖ്യമന്ത്രി ഈ മലപ്പുറം പരാമർശം ആ അഭിമുഖത്തിൽ നടത്തിയിട്ടുണ്ടോ? അതാണല്ലോ നമ്മുടെ ചോദ്യം. PR ഏജൻസി മറ്റൊരു വിഷയമല്ലേ? ആ ചോദ്യത്തിൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുന്നത്? ഹിന്ദു നൽകിയ വിശദീകരണമേ നമ്മുടെ മുന്നിലുള്ളൂ. ഹിന്ദു നൽകിയ വിശദീകരണം എന്താണ്? അത് ആ അഭിമുഖത്തിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, അത് കൂട്ടിച്ചേർത്തതാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. അവിടെ തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർക്കാം. പക്ഷേ അവിടെ കൂട്ടിച്ചേർക്കുന്നത് ആരുടെ താല്പര്യമായിരുന്നു? ഇതിനകത്ത് നമ്മൾ ഇതിൽ നിന്ന് വഴിമാറിപ്പോകണം. ഇതിനകത്ത് CM-ന്റെ ഓഫീസ് ആണ് ഈ കാര്യത്തിൽ കറക്ഷൻ ആവശ്യപ്പെട്ടത്. CM's ഓഫീസ് സോട്ട് എ കറക്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഇൻആക്യുറസീസ് ഇൻ ദ റിപ്പോർട്ട്. അത് ചോദിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ കമ്പയർ ചെയ്തത്. EP ജയരാജൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇക്കാര്യത്തിൽ മാപ്പ് പറയണം എന്നുള്ളതാണ്. പോസ്റ്റുകൾ പിൻവലിക്കണം, തെറ്റ് പരസ്യപ്പെടുത്തണം. അത് ആരാ ചെയ്യേണ്ടേ? ഈ ആഡ് ഇട്ടത് DC ബുക്സ് ആണ്. DC ബുക്സ് ഇക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വരുത്തണം. ഇവിടെ പെട്ടിരിക്കുന്നത് DC ആണ്. DC പറയണം. സംശയമൊന്നുമില്ല. DC പറയണം. DCയും പെട്ടിട്ടുണ്ട്, പാർട്ടിയും ഇല്ല. പാർട്ടി എവിടെയാണ് പെടുന്നത്? നിങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന്റെ പുറത്ത് പാർട്ടി. എനിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ UDF പെട്ടിട്ടില്ലേ? UDF-നെ കുറിച്ച് എന്തെല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്?
സതീശനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. UDF ഈ പറയുന്ന എല്ലാ കണ്ടമാന വലതുപക്ഷ മാധ്യമങ്ങളോടൊപ്പം ചേർന്ന പാർട്ടി അവഹേളിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്താണെന്ന് എഴുതിയിട്ടുണ്ട്. അല്ല, കെ സുധാകരനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യായമുണ്ട്. അപ്പൊ ഇതൊന്നും ആയിക്കോട്ടെ, ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, അത് എഴുതിയിട്ടില്ല. എന്നാ കെ സുധാകരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണോ സ്മൃതി വിശ്വസിക്കുന്നത്? ഉറപ്പായിട്ടും അതെങ്ങനെ നമുക്കറിയാം. അദ്ദേഹം ഓൺ ചെയ്യുന്നില്ല. ഇതാ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ ഞാൻ ഇനി സജീവ രാഷ്ട്രീയം വിടുന്നു, ഇനി പറയാനുള്ളത് പുസ്തക രൂപത്തിൽ വരുമെന്ന് പറഞ്ഞ EPA എനിക്ക് ഓർമ്മയുണ്ട്. വിധത്തിൽ മറന്നോളൂ. നിങ്ങൾ എഴുതുന്ന ഒരു ഡോക്യുമെന്റ് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറഞ്ഞു നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. EP അന്തിമമായിട്ട് ഒരു കാര്യം ഇത് ഞാൻ എഴുതി ഇത് അപ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നു എന്ന് എഴുതുന്നത് വരെ അത് ആ എഴുത്തുകാരന്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയുടെ അകത്ത് കയറിയിട്ട് ഇത് അന്തിമ തീരുമാനമായി എന്ന് പറഞ്ഞൊരു ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമ്മളൊന്നും എഴുതാത്ത ഒരു സാധനത്തെ കുറിച്ചാണ് എത്ര നേരം ചർച്ച ചെയ്തത്. അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു മണിക്കൂർ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തോന്നിയാസ വാർത്ത എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ? ആ വാർത്ത ആര് എൻഡോസ് ചെയ്യുന്നു? ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല. ഈ ചോർന്ന് കിട്ടിയ വാർത്ത ആകെ നമ്മുടെ മുന്നിലുള്ളത് EP ജയരാജൻ എക്സ്ക്ലൂസീവ് ബൈറ്റ്. ഒരു നിമിഷം, ഇന്നലെ പല മാധ്യമ പ്രവർത്തകർക്കിടയിലും ഇത് ചോർന്ന് കിട്ടി. ഈ 151 പേജ് അതെന്താ വാർത്തയാക്കാഞ്ഞത്? അതിന് വാലും തലയില്ല. ഇത് ആരാ കൊടുത്തതെന്നറിയില്ല, ഇത് എഴുതിയത് ആരാണെന്നറിയില്ല. രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് ഫേസ്ബുക്കിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഒരു പരസ്യം, പിന്നെ ചോർന്ന് കിട്ടുന്ന ഈ DC ബുക്സിന്റെ ഫോണ്ടിൽ കിട്ടുന്ന 181 പേജ്. ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും? അപ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത. നമ്മൾ EP ജയരാജനെ ബന്ധപ്പെട്ടു. EP ജയരാജൻ നിഷേധിച്ചതാണ് നമ്മൾ ലീഡായി കൊടുത്തത്. അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക? നമുക്ക് വാലും നിലയും ഇല്ലാത്ത ഇപ്പൊ DC എനിക്ക് നേരിട്ട് അയച്ചാൽ ഞാൻ കൊടുക്കും. എനിക്ക് DC നേരിട്ട് അയച്ചില്ല. അക്ഷരം മിണ്ടുന്നില്ല. അല്ല, ഇക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇവിടെ ഈ അറിവോ സമ്മതമോ ഇല്ലാതെ പുറത്തു വിട്ടു വന്ന എഴുതി എന്ന് പറയപ്പെടുന്ന ആൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രസ്റ്റ് ചെയ്യല്ലാതെ അയാളാണ് അത് എഴുതിയതെന്ന് നമ്മൾ എത്ര പറഞ്ഞിട്ടും അത് സത്യമാകില്ല. കാരണം ഒന്നുകിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരാറുണ്ട്, ഇത് EP എഴുതി തന്നതാണ്, EP മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചതാണ്, EP എഴുത്തിനായി മറ്റൊരാൾ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ വന്നിട്ട് പറയണം EP ജയരാജൻ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനാണ് ഇതെല്ലാം കേട്ടെഴുതിയത്, എന്നിട്ട് ഈ മാനസ്ക്രിപ്റ്റ് DC ബുക്സിന് കൊണ്ട് കൊടുത്തത് ഞാനാണ്, അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ടാവണം, സ്കാൻഡ് കോപ്പി ആയിട്ട് ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ടാവണം. ഉണ്ണിസാറൊക്കെ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് സാറേ DC-യിലേക്ക് എങ്ങനെയാ മെയിൽ അയക്കുമല്ലേ ചെയ്യുന്നത്? അതെ. അപ്പോൾ ഇമെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും പറയേണ്ടത് രവി DC ആണ്. കാരണം അവരുടെ ഇമെയിൽ അക്കൗണ്ടിലേക്കാണ് ഇത് ചെല്ലുന്നത്. അല്ലാതെ അങ്ങനെ വന്നാലും അപകടമുണ്ട്. കാര്യം എന്താ അറിയോ? അന്തിമമായി ഇത് പ്രൂഫ് റീഡിംഗ് നടത്തി ഇതാ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്ന് പറയുന്നത് വരെ ആ പുസ്തകത്തിൽ വേണ്ടത്ര കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താനുള്ള അവകാശം ഓഥറിനുണ്ട്. പിന്നെ എനിക്ക് ഒറ്റ സംശയം കൂടിയുണ്ട്. DC-യിൽ നിന്ന് അവർ പ്രസിദ്ധീകരിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരം അഡ്വർടൈസ്മെന്റ് ഇട്ട ഒരു സാധനത്തിന്റെ ഡ്രാഫ്റ്റ് എങ്ങനെയാണ് ചോരുന്നത്? ഇലക്ഷന്റെ ഡേയിൽ. അതെ, അതപ്പോൾ UDF-നെ സഹായിക്കാൻ വേണ്ടി പുറത്തുവിട്ടതാണോ? ചേലക്കരയിൽ ഡയറക്ട് ഫൈറ്റ് എന്ന് പറയുന്നത് UDF-ഉമായിട്ടാണ്. അപ്പോൾ രവി DC ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായോ? DC എന്താ സംശയം? DC-യുടെ ക്രെഡിബിലിറ്റി അല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? ഈ നിമിഷം നമ്മളടക്കം ചോദ്യം ചെയ്യുന്നതല്ലേ? അല്ല, ഞാൻ അവരുടെ ഗൂഢാലോചനയിൽ അവർ പങ്കാളികളാണോ അല്ലയോ എന്നുള്ളൊരു ഉത്തരം രവി DC പറയണം. കാരണം ഈ പുസ്തക പ്രസാധന ബിസിനസ് ഉണ്ണിസാർ പറഞ്ഞ പോലെ DC ബുക്സിന്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ എഴുതിയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പുസ്തക പ്രസാധന ബിസിനസ് 19 കൊല്ലമായിട്ട് നടത്തുന്ന DC ബുക്സിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന അവർ ഭാഗമായി എന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി പൂർണ്ണമായും ലോസ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന് രവി DC നിൽക്കുമോ? ഉത്തരം പറയേണ്ടത് രവി DC ആണ്. എന്തായാലും DC മറുപടി പറയട്ടെ. EP-യിൽ പെട്ടോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം, 3 പേരുടെ അഭിപ്രായം പെട്ടു എന്നാണ്. പാർട്ടി പെട്ടില്ല, DC പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം? ഞാൻ DC പെട്ടു എന്നാണ്. Meet the editors.